എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ തന്നെ കുക്കറിൽ അരി ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം, ഒരു ചെരുവത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം അടുപ്പ് വെച്ച് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാനാണ്. അപ്പോൾ അത് വെച്ച് അന്നേരത്തേക്ക് ഇതേണ്ട കരണ്ടും പോയി. ഇന്നലെ മഴയായിരുന്നു കേട്ടോ, ഇവിടെ മൊത്തം ഇന്നും രാവിലെ എല്ലാം മഴയാണ്. പിന്നീട് ആ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ചെടുത്തു. അതിനുശേഷം മുട്ടക്കറി ഉണ്ടാക്കാനുള്ള സവോളയൊക്കെ അരിഞ്ഞെടുത്ത് പതുക്കെ മുട്ടക്കറി ഉണ്ടാക്കാനെ കൊണ്ട് തുടങ്ങുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പ് വെച്ച് തിളപ്പിച്ചെടുത്തായിരുന്നു. അവിടെ ആരും എണീറ്റിട്ടൊന്നുമില്ല, കുഞ്ഞൊക്കെ നല്ല ഉറക്കമാണ്. സവോളയൊക്കെ വഴറ്റി അരപ്പൊക്കെ പൊടിയൊക്കെ ചേർത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അടുപ്പ് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത് ഞാൻ. കറി ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെത്തേക്ക് മുട്ടയൊക്കെ ചേർത്ത് വാങ്ങി വെക്കാനൊക്കെ ഉണ്ടാണ്. You put down the phone, you've nowhere to go, get back on the road. രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ഊണിനുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ചിക്കൻ കറി വെക്കാനൊക്കെ കൊണ്ട് സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. സവോള ഒന്ന് വഴറ്റിയെടുക്കുവാണേ. സവോള നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലയെല്ലാം ഉപ്പിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കും. സവോളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിനാവശ്യമുള്ള പൊടികളൊക്കെ എടുക്കാതെ ഞാനിവിടെ എടുത്തിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സവോള വഴഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് അരപ്പ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ മൂപ്പിക്കണം, അല്ലെങ്കിൽ പച്ച ചവയ്ക്കും. അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ യൂണിറ്റ് ടേസ്റ്റിൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്ത് ആ അരപ്പൊന്ന് നന്നായിട്ട് മൂത്ത് തിളച്ച് വരുന്നോടം വരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് തിളച്ച് വരുന്നോടം വരെ തിളച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അത് ഞാനിവിടെ ചിക്കൻ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നു. ചിക്കൻ ചേർത്ത് കൊടുക്കാതെ ചിക്കൻ അവിടെ ഇരുന്ന് നന്നായിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ഞാനിവിടെ ഒത്തിരി വെള്ളമൊന്നും ചേർത്തില്ല, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാനുണ്ടല്ലോ. ആ വെള്ളമെല്ലാം ഇറങ്ങി നന്നായിട്ടൊന്ന്
വെന്തെടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അത് കൂട്ടുള്ള ചിക്കനൊക്കെ ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തോരനുള്ള പപ്പായ തോരനാണ് കിട്ടുന്നത്. തോരനുള്ളത് നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പറിൻ്റെ അകത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എടുത്തിരിക്കുന്നത് കുറച്ച് കാന്താരിമുളക്, ഒരു സവോള അരിഞ്ഞത്, കറിവേപ്പില, തേങ്ങ, അത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. വെള്ളയ്ക്കാണ് തോരൻ ഉണ്ടാക്കുന്നത്. ഒരു ചട്ടിയൊക്കെ വെച്ച് അതിനകത്തേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഓമയ്ക്ക നന്നായിട്ട് ഇളക്കി കൂട്ടി അതിനകത്തേക്ക് വെച്ച് നന്നായിട്ട് മൂടി പൊത്തി വെക്കുക. വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അതിലുണ്ട് വെള്ളം. ചിക്കൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ചിക്കൻ വെള്ളമൊക്കെ പറ്റി നല്ല കുറുകി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനുള്ള കടുക് പൊട്ടിക്കാനുള്ളത് കേട്ടോ. ഒരു ചെറിയ ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ചെടുത്ത് ചിക്കനിലോട്ട് ഒഴിക്കാം. Suppress my feelings 'cause I know what's best for me. Feel short of confidence, my hands begin to shake. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പല കൊമ്പലാനെ ഉണ്ടായിരുന്നു. ഇന്ന് കൊമ്പലാനെ പാട്ട് പാട്. കൊമ്പലാനയുടെ പാട്ട് പാടുക അമ്മയ്ക്ക് അറിയത്തില്ല, അത് കുട്ടം പാടും. കൊമ്പലാന കൊമ്പലാന കുപ്പട്ട പാടമ്മേ. അമ്മയ്ക്ക് അറിയത്തില്ല. കൊമ്പലാന കുപ്പട്ടനെ പാടാം. മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. കണ്ടിട്ട് ചട്ടി എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ആദ്യം ഓടി വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാണുന്നത്. അവരൊന്നും പെറുക്കിയിട്ടുണ്ടാവുള്ളൂ, അവരൊന്ന് ഹെൽപ്പ് ചെയ്യുന്നു. അവിടെ കിടക്കുന്ന സാധനങ്ങളെല്ലാം ചെറുതിലോട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അംഗൻവാടി പോകാത്തതുകൊണ്ട് ഇന്നെല്ലാം കൂടെ ഉണ്ട്. വേറെ പച്ചക്കറിയുണ്ട്, കപ്പുണ്ട്, എല്ലാം ഇത് വെള്ളമുണ്ട്. ടി വി നിർത്തി വെക്കുമോ ഇച്ചിരി നേരം? കുറച്ച് ഇതുണ്ട്, ഇതുണ്ടോ, ഇതുണ്ട്.
വേറെ എന്തോ ഉള്ളേ? പിന്നെ നോക്കട്ടെ, ലോണ് കോവച്ചുണ്ട്, കോവച്ച. കിഴങ്ങ് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. Yes, you're really good at saying what you mean. Suppress my feelings, 'cause I know